ഡോക്ടർ, സ്ട്രെസ് ഒരു അല്ലെ? രോഗമാണോ? എന്താണ് ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ? ആ, ഇപ്പൊ സ്ട്രെസ് എപ്പോഴും ഒരു രോഗലക്ഷണമാണ്. സ്ട്രെസ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആ, ഈ ചോദ്യത്തിന് ഞാൻ ഇന്ന് കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് ആ, ബന്ധിപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാം. ഓക്കെ. ഇപ്പൊ നമ്മുടെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ അത് കഴിഞ്ഞെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ ലാസ്റ്റ് വീക്ക് കടന്നുപോയി. ഇത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഒരു സ്ട്രെസ് ഉണ്ടായി, ഒരു ടെൻഷൻ ഉണ്ടായി, ഡെവലപ്പ് ചെയ്തു. പരസ്പരം പിന്നെ ഒരു യുദ്ധ യുദ്ധത്തിന്റെ വക്കത്തോളം എത്തിയ ഒരു സ്ട്രെസ് ഉണ്ടായി. അപ്പൊ അത് ഇന്ത്യയിലുള്ളതും അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ളവർക്കും അത് സ്ട്രെസ് ഉണ്ടാക്കി. അപ്പൊ ഒരു കാര്യം നമ്മളെ വിജിലാക്കുകയാണെങ്കിൽ, വിജിൽ എന്ന് പറഞ്ഞാൽ എറോസ്ഡ് ആക്കണം. അതായത് നമ്മുടെ അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു. അത് ഒരു പരിധിക്കപ്പുറം ആ, നമ്മുടെ അറ്റൻഷനെ വിളിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്ട്രെസ്സിന്റെ കാറ്റഗറിയിൽ പെടുത്താം. അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ള ഇങ്ങനെയുള്ള ഒരു ഒരു സംഭവം അതില് പങ്കാളിയാകുകയോ അല്ലെങ്കിൽ അതിൽ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇപ്പോ അത് അത് നോക്കിക്കാണുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ ഈ ഈ സബ്ജക്റ്റിൽ ഉണ്ടാകുന്നുണ്ട്. അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ അത് സാധാരണ രീതിയിൽ നമ്മുടെ മെഡിക്കൽ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്തിനകത്ത് ഈ പിന്നെ ഉണ്ടാകുകയും ഈ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോൾ ഒരു വാർ സോണിലായിരുന്നു, അത് ആ സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറച്ച് സിംറ്റംസ്. പക്ഷേ ഈ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ അതിന്റെ കുറച്ചും കൂടെ വൈഡർ ലെങ്തിലും പോവാം. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ 1 മന്തിനകത്ത് അത് സബ്സൈഡ് ചെയ്യും. ഓട്ടോമാറ്റിക്കലി ഇത് സബ്സൈഡ് ചെയ്യണം. അതങ്ങനെ 1 മന്തിനകത്ത്, ഒരു മാസത്തിനകത്ത് സബ്സൈഡ് ചെയ്തില്ലെങ്കിൽ അത് PTSD എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകും. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. അതിന് നമുക്ക് ഇപ്പോ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്താണെന്ന് ഞാൻ ഒന്ന് ആ, വിവരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ലാസ്റ്റ് 1 വീക്ക് പത്രമാധ്യമങ്ങളിലല്ല നമ്മുടെ ബോർഡറിൽ ഉണ്ടായിരുന്ന ആ സ്ട്രെസ് ജനങ്ങൾ മനസ്സിലാക്കുകയും ഓരോ ആൾക്കാരിലും അത് പല രീതിയിൽ പിന്നെ സൈക്കോളജിക്കൽ റിയാക്ഷൻസ് ഉണ്ടായി. അതായത് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കം ഉണ്ടായി. എങ്ങനെയൊക്കെയാണ് അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാവുന്നത്? ഓർക്കക്കുറവുണ്ടാവും. അതുപോലെ പിന്നെ ഇറിറ്റേഷൻ, അതായത് മാനസികമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവും. ഇങ്ങനെ ഉള്ളവരിൽ ആങ്സൈറ്റിയാണ് മെയിനായിട്ട് ഉണ്ടാവുന്നത്. ഈ അക്യൂട്ട് സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് പറയുന്നത് ഒരു പക്ഷേ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ എന്നുള്ള ഒരു രോഗം ആ സമയത്ത് ഉണ്ടാവാം. അത് നേരിട്ട് ഫസ്റ്റ് ഡേ അല്ല അത് സാധാരണ ഉണ്ടാകുന്നത്. 2-3 ഡേയ്സ് കഴിയുമ്പോഴാണ് ഈ സിംറ്റംസ് ഇത് നേരിടുന്ന അല്ലെങ്കിൽ വിറ്റ്നസ് ആവുന്ന ആളിൽ പ്രകടമാകുന്നത്. ഉറക്കക്കുറവ് തൊട്ട് ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഉറക്കം അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് ആവുക, ജോലി സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒക്കാത്ത ഒരു കണ്ടീഷൻ, എല്ലാവരോടും ഇറിറ്റേഷൻ തോന്നുക, പിന്നെ ഒരു റെസ്റ്റ്ലെസ് ഫീൽ ചെയ്യും. റെസ്റ്റ്ലെസ് ഇൻ ദി സെൻസ് പിന്നെ ഒരു സമാധാനം ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ ഇങ്ങനെ ഉള്ളവരിലുണ്ടാവും. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരിലും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഓൾറെഡി ഒരു ആങ്ഷ്യസ് പേഴ്സൺ അല്ലെങ്കിൽ ഉത്കണ്ഠ പല തരത്തിലാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടാവുന്നത്. പക്ഷേ ഓൾറെഡി ഒരു ഉത്കണ്ഠ അസുഖമോ അല്ലെങ്കിൽ ഉത്കണ്ഠാകുലരായ ജനങ്ങൾക്ക് കൂടുതൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് മാറാം. ഞാൻ എല്ലാം ഇപ്പൊ റീസെന്റ് വന്ന ഒരു സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അത് മാത്രമല്ല, പേഴ്സണൽ ലൈഫിൽ അതിപ്പോ സാമൂഹികപരമായിട്ടുള്ള ഒരു സ്ട്രെസ് ആയിരുന്നു. പേഴ്സണൽ ലൈഫിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാം. ഇപ്പോൾ പരീക്ഷ പിന്നെ റിസൾട്ടുകൾ വന്നു, അത് പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ അതിനു മുമ്പ് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാം. അതിന് ശേഷം പിന്നെ ചിലപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു അച്ചീവ്മെന്റ് കിട്ടിയെങ്കിൽ അതൊരു സ്ട്രെസ് ആവാം. അങ്ങനെ പേഴ്സണൽ ലൈഫിലും സ്ട്രെസ് ഉണ്ടാവും. എല്ലാവർക്കും ഓരോ രീതിയിൽ ചിലപ്പോൾ നമ്മുടെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ പിന്നെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സ്ട്രെസ്ഫുൾ ആവാം.
അപ്പോൾ ഇത് ഗ്രാജുവലി അവർക്ക് ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് സിംറ്റംസിനെയാണ് ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വശം എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ തന്നെയാണ്. ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ ഈ മിക്കവാറും ഇത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവത്തില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് ഇവർ പ്രകടിപ്പിക്കും. സാധാരണ രീതിയിൽ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് സബ്സൈഡ് ചെയ്യാൻ വഴിയുണ്ട്. പക്ഷെ ഇതോടൊപ്പം തന്നെ ആ ഉത്കണ്ഠയുടെ അളവനുസരിച്ച് ചിലവർക്ക് ഒരു സൈക്കോളജിക്കൽ ഡിസോസിയേഷൻ എന്ന് പറയും. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എവിടെ നിൽക്കുന്നു, ഞാൻ ആരാണ്, എന്താണ് ഡീപ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു പിന്നെ കണ്ടീഷനിലൂടെ ഇവർ കടന്നു പോകുന്നു. പറഞ്ഞാൽ ഇപ്പോ തന്നെ മറന്നു പോകുന്ന ഒരു കുറച്ചുകൂടെ മോർ സിവിയർ ഡിസോർഡറിലേക്ക് പോവാം. അല്ലെങ്കിൽ ഡീ റിയലൈസേഷൻ, സ്ഥലങ്ങൾ എവിടെയാണ്, എന്താണ്, സ്ഥലങ്ങളെ കുറിച്ച് ബോധവാനായിരിക്കില്ല. ഇങ്ങനെ ഉള്ള കണ്ടീഷനിൽ ചിലപ്പോൾ വർക്ക് പ്ലേസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഈ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവര് അവരെ ജോലി തന്നെ പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓഫീസിലാണ് എന്നുള്ള ഒരു പിന്നെ തോന്നില്ലാതെ പ്രതികരിച്ചതാണ്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് സബോർഡിനേറ്റ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ ഹയർ അതോറിറ്റിയുടെയൊക്കെ പ്രതികരിക്കേണ്ട രീതിയിലല്ലാതെ പ്രതികരിക്കും. ഇതിനെല്ലാം ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ടെന്ന് മനസ്സിലാക്കണം. മേ ബി റീസെന്റ് അയാളുടെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സമാനമായ ഒരു കണ്ടീഷനിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തോ അല്ലെങ്കിൽ കണ്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ നേരിട്ട് ഇടപെട്ടോ. ഫോർ എക്സാമ്പിൾ സോൾജിയേഴ്സിന്, നമ്മുടെ പട്ടാളക്കാർക്ക് അത് ഉണ്ടാവാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനുണ്ടാവാം, ജനങ്ങൾക്കുണ്ടാവാം ഒരു അപ്രിഹെൻഷൻ, അത് ഇനി എന്ത് സംഭവിക്കും. മിക്കവാറും പലർക്കും നേരിട്ടല്ലെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മുടെ പേരൻസ്, മക്കളെല്ലാം ഡൽഹിയിൽ പഠിക്കുന്നു, മക്കൾ പലരും പലയിടത്തായിട്ട് പഠിക്കുന്നവരായിരിക്കും. ഇതിന്റെ കാശ്മീരി പഠിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോർഡറിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം, പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അവർക്ക് മാത്രമല്ല അവരുടെ പാരൻസിനും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. പാരൻസ്, ഫാമിലിക്ക്, വൈഫ്, കുട്ടികൾക്ക്, ഇതെല്ലാം ഒരു ചെയിൻ ആയിട്ട് അങ്ങ് പോകും. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് ഫേസ് ചെയ്യുന്ന ആൾക്ക് അതൊരു പ്രശ്നം ഇല്ലെങ്കിലും ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്ന മറ്റുള്ളവർക്ക് സ്ട്രെസ് റിയാക്ഷൻ ഉണ്ടാവും.